വെൽക്കം ടു technetbytes.com. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്ലേറൈറ്റ് എന്നുള്ളൊരു പുതിയൊരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. ഒരു എൻഡ് ടു എൻഡ് ടെസ്റ്റിംഗ് ഓട്ടോമേഷൻ ഫ്രെയിംവർക്കാണ് പ്ലേറൈറ്റ്. ഇത് ഡെവലപ്പ് ചെയ്ത് വിൻഡോസാണ്. അപ്പോൾ നമ്മൾ സെലീനിയാണ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ടോപ്പായി നിൽക്കണമെന്ന് അറിയാം. അപ്പോൾ അതിന് മേലെ വരുന്നൊരു ടൂളാണ് പ്ലേറൈറ്റ്. അപ്പോൾ സെലീനിയത്തിനേക്കാളും പല രീതിയിലും മികച്ചു നിൽക്കുന്ന പല വെർഷൻസിലും പല വ്യൂ പോയിൻറ്റിലും പ്ലേറൈറ്റാണ് ഇപ്പോൾ ടോപ്പ് ഫീച്ചേഴ്സാണ് അതിൽ കാണിക്കുന്നത്. ഫാസ്റ്റ്നെസ്സും അതിൻ്റെ ഒരു ഈസിനെസ് ഓഫ് യൂസൊക്കെയാണ് ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഇതിലേക്കാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കമ്പനികളും പ്ലേറൈറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് പ്ലേറൈറ്റ് ഫ്രെയിംവർക്ക്? എന്താണ് പ്ലേറൈറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പറഞ്ഞ പോലെ സെലീനിയം പോലെ തന്നെ പ്ലേറൈറ്റ് എന്താണ്, ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. നമുക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്തത് എന്താണ്, മൈക്രോസോഫ്റ്റാണ് ഡെവലപ്പ് ചെയ്തത് 2020 ശരിക്കും ഇതൊരു പപ്പീറ്റർ എന്നുള്ളൊരു ലൈബ്രറി എന്നാണ് ഇതിൻ്റെ തുടക്കം. അത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് പ്ലേറൈറ്റ് എന്നുള്ള ഒരു ഫ്രെയിംവർക്കിലേക്ക് എത്തിച്ചേരുന്നത്. 2020 റിലീസായി. ഇപ്പോൾ 2025 ആകുമ്പോൾ തന്നെ വളരെയധികം നല്ലൊരു റിവ്യൂ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ഗിറ്റ് ഹബിൻ്റെ ഒക്കെ സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പ്ലേറൈറ്റിന് അത്രയധികം സ്റ്റാർസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം റിവ്യൂസും ക്ലയൻറ്റ് സപ്പോർട്ടുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ പ്രോസ് മെയിനായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രോസാണ് പറയുന്നത്, ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് പറയുന്ന പോയിൻ്റ് എന്താണ്, ഇത് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ജാവ, പൈത്തൺ, C#, Node.js. അപ്പോൾ എന്താ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി സെലീനിയത്തിൽ വർക്ക് ചെയ്യുന്ന ടെസ്റ്റേഴ്സ്, ഓട്ടോമേഷൻ ടെസ്റ്റേഴ്സിനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ജാവയും പൈത്തണും ഒക്കെ നമുക്കറിയാം വലിയ എൻട്രി ബാരിയറുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ല. ആർക്കും അതിലേക്ക് സുഖമായിട്ട് എൻട്രി ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. മെയിൻ പോയിൻ്റ് നമ്മൾ ഓൾറെഡി പറയാനാണ്, ഇത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സാണ്. അതിപ്പോൾ സെലീനി ഓപ്പൺ സോഴ്സാണ്, എന്നാലും ഇതും ഫ്രീ ആണെന്നുള്ളത് ഒരു പോയിൻ്റായിട്ട് നമ്മൾ പറയണമെന്ന് മാത്രം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, മൾട്ടിപ്പിൾ ബ്രൗസർ എൻജിൻ സപ്പോർട്ട്. ഇത് മൾട്ടിപ്പിൾ ബ്രൗസർ എൻജിൻ സപ്പോർട്ടാണ്. അതായത് മെയിനായിട്ടുള്ള ബ്രൗസർ എൻജിനുകൾ ഏതൊക്കെയാണ്, ക്രോമിയം, വെബ് കിറ്റ്, ഫയർഫോക്സ്. ഇതിൻ്റെ ഒക്കെ ഈ 3 എല്ലാ വെർഷൻസിലും വെറൈറ്റി ആയിട്ടുള്ള ബ്രൗസേഴ്സിൽ ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, കംഫർട്ടാണ്. അടുത്ത പോയിൻ്റ് എന്താണ്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം സപ്പോർട്ട്. അതായത് സെലീനിയം അങ്ങനെ തന്നെയാണ്. അതിലെന്താണ്, വിൻഡോസ്, ലിനക്സ്, മാക്കോയ്സ് എല്ലാവിധ പ്ലാറ്റ്ഫോമിലും ഈ പ്ലേറൈറ്റ് ഒരേപോലെ അതിൻ്റെ പെർഫോമൻസ് കാണിക്കുന്നതാണ്. പിന്നെ എന്താണ്, മൾട്ടിപ്പിൾ ടാബ് സപ്പോർട്ട്. ഇതൊരു പുതിയൊരു പോയിൻ്റാണ്. അതായത് പ്ലേറൈറ്റ് എന്ത് ചെയ്യണു, മൾട്ടിപ്പിൾ ടാബ് സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്കപ്പോൾ എന്ത് ചെയ്യാം, അറ്റ് എ ടൈം മൾട്ടി ടാസ്കിങ് ചെയ്യാനും ടെസ്റ്റിങ് വ്യത്യസ്തമായ മൾട്ടിപ്പിൾ ടാബ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ലാഭിക്കാനും ഒക്കെ പറ്റും. മൾട്ടിപ്പിൾ യൂസേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതായത് മൾട്ടിപ്പിൾ യൂസർ, മൾട്ടിപ്പിൾ ടാബ് എന്നുള്ളത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അടുത്തെന്താണ്, സേവ് ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ്. സേവ് ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെക്യുലർ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അതായത് എന്താണ്, അതായത് നമുക്ക് സ്ഥിരമായിട്ട് നമുക്കറിയാം ടെസ്റ്റേഴ്സിന് വരുന്നൊരു ഇതാണ് മൾട്ടിപ്പിൾ ലോഗിൻ സെനാരിയോസ്. അതായത് മൾട്ടിപ്പിൾ ലോഗിൻ സെനാരിയോസിന് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ മൾട്ടിപ്പിൾ ലോഗിൻ സെനാരിയോസ് പ്രത്യേകമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും അത് സ്ക്രിപ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. പ്ലേറൈറ്റിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോഗിൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് ആയിട്ട് അതിൽ സേവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, റെപ്ലിക്കേറ്റ് ചെയ്ത് മൾട്ടിപ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് എന്ത് വളരെയധികം ടൈം ഇതിലൂടെ ലാഭിക്കാം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇത് വളരെയധികം നമുക്ക് മെയിനായിട്ട് നമുക്കറിയാമല്ലോ, ഏതൊരു ആപ്ലിക്കേഷനായാലും ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് വർക്ക് വളരെയധികം ഈസി ആക്കാവുന്ന ഒരു ഫീച്ചറാണ് ഓതൻറ്റിക്കേഷൻ സ്റ്റേറ്റ് സേവ് ചെയ്യാമെന്നുള്ള ഒരു ഫീച്ചർ. പിന്നെന്താണ്, സപ്പോർട്ട്സ് പാരലൽ ടെസ്റ്റിംഗ്. അതായത് പ്ലേറൈറ്റ് പാരലൽ ടെസ്റ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്കറിയാം വെബ് ആപ്ലിക്കേഷൻ്റെ ഹൈ കോംപ്ലക്സിറ്റികൾ കാരണം പാരലൽ ടെസ്റ്റിംഗ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ടൈം കൺസ്യൂം ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് മാറുകയാണ്. നമുക്ക് പാരലൽ ടെസ്റ്റിംഗ് മൾട്ടിപ്പിൾ ഡിവൈസിലൊക്കെ ആയിട്ട്, ഒരു ഡിവൈസിലാണെങ്കിലും ഇതിലായാലും നമുക്ക് പാരലൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമ്മൾ ഒരു ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയർ എന്ന നിലയിൽ പാരലൽ ടെസ്റ്റിംഗ് ആണ് അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് ഒരു വെർത്ത് ആവുന്നത് പാരലൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ്. ഓക്കെ.
പിന്നെ എന്താണ് സപ്പോർട്ട് CI റൺസ്. നമുക്കറിയാം നമ്മളൊരു കോഡ് എഴുതിയിട്ട് കോഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് റൺ ചെയ്യുമ്പോൾ പ്രീവിയസ് കോഡിനെ എഫക്റ്റ് ചെയ്യാതെ അത് റൺ ചെയ്യാനുള്ളൊരു നമ്മുടെ മെത്തേഡാണ് എന്ത് CI, ഇത് കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ടൂൾസ്, അതായത് ജെങ്കിൻസ് പോലെയൊക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ കമ്പനികളിലും ഇപ്പോൾ ജെങ്കിൻസൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ജെങ്കിൻസ് എല്ലാ പ്രൊജക്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജെങ്കിൻസായിട്ട് നമ്മുടെ പ്ലെയറൈറ്റ് ഫ്രെയിംവർക്ക് വളരെയധികം സപ്പോർട്ടിംഗ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു വേറെ പറയാവുന്ന ഒരു ഫീച്ചർ. പിന്നെ മെയിനായിട്ടൊരു ഫാസ്റ്റർ എക്സിക്യൂഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഉപയോഗിക്കുമ്പോൾ സെലീനിയത്തേക്കാൾ വളരെയധികം എക്സിക്യൂഷനിൽ വളരെ ഫാസ്റ്റാണ്. പിന്നെ ടെസ്റ്റ് അബോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓട്ടോ വെയിറ്റിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറച്ച് ഡെപ്തിൽ പറയാനുണ്ട്, നമ്മൾ വേറെ വീഡിയോയിൽ പറയും. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ സെലീനിയത്തിൽ ഉപയോഗിക്കുന്ന പോലെ ഉള്ള വെയിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള സെപ്പറേറ്റ് കമാൻഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് വെബ് എലമെൻറ്റ്സ് ഡിസ്പ്ലേ ആവാനും അത് ഡിക്റ്റേറ്റ് ചെയ്യാനുമുള്ള ടൈം റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ഗുണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് അബോട്ട് നടക്കില്ല, ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ്, ഹെഡ്ലെസ് ആൻഡ് ഹെഡഡ് മോഡിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്ലെയറൈറ്റിൻ്റെ കോഡ് എഴുതുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്ലെയറൈറ്റിൻ്റെ ഹെഡഡ് മോഡാണ് ഹെഡ്ലെസ് മോഡാണോ എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹെഡ് മോഡ് ഫോൾസ് ട്രൂ കൊടുക്കും. ഫോൾസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലെസ് ആയിട്ടും ഹെഡ് മോഡിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡ്ലെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, GUI ഇല്ലാത്ത മോഡ്. നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റില്ല, അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് റിമോട്ട് സെർവറിൽ ഇരുന്നിട്ട് വരെ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് കേസുകൾ അറ്റ് എ ടൈം റൺ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് ഹെഡ്ലെസ് മോഡിൽ കിട്ടും. ഹെഡ്ലെസ് മോഡ് കൊണ്ട് അതാണ് ഒരു ഗുണം. നമ്മൾ സാധാരണ നമുക്കറിയാം ഹെഡഡ് മോഡായിരിക്കും നമ്മളെല്ലാവരും യൂസ് ചെയ്യുക, പക്ഷേ ഹെഡ്ലെസ്സിന് വളരെയധികം ഗുണങ്ങളുണ്ട്. റിമോട്ട് സെർവർ എന്നൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് അതാണ് മെയിനായിട്ടുള്ളൊരു ഇത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്രയുമാണ് പ്ലെയറൈറ്റിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ്. പ്ലെയറൈറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ മെയിനായിട്ടുള്ള പ്ലെയറൈറ്റിൻ്റെ പ്രോസാണ് നമ്മളിതിൽ പറഞ്ഞത്. പ്ലെയറൈറ്റ് സെലീനിയത്തിനേക്കാൾ എത്രത്തോളം മികച്ചതാണെന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ പ്ലെയറൈറ്റിൻ്റെ വീഡിയോസ് ഇനിയും വരും. പ്ലെയറൈറ്റ് എല്ലാ ടെസ്റ്റേഴ്സും ഇപ്പോൾ കറൻ്റ് വർക്കിംഗ് ആയവരും ഫ്രഷേഴ്സും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പുതിയൊരു ടൂളാണ്, ഇത് ട്രെൻഡിങ് ആവാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ ടെക്നെറ്റ് ബൈറ്റ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് താല്പര്യമുള്ളവർ വാട്സാപ്പ് ചെയ്യുക.